ഹലോ, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ വളരെ കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് എയർ ഫ്രയറിൽ ചിക്കൻ എങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാൻ നോക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ്റെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റും ജ്യൂസി ആയിട്ടാണ് കുക്കായിട്ടുള്ളത്. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം സമയം കളയാതെ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ഇഞ്ച് നീളത്തിൽ പട്ട, 2-3 ഗ്രാമ്പൂ ഏലയ്ക്ക, പിന്നെ 2 ബേ ലീഫ്, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 3-4 വറ്റൽമുളക് ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഹീറ്റിൽ നല്ല കോഴ്സായിട്ടാണ് കേട്ടോ ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കൊരു മസാല മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഹാഫ് ഉള്ളി, ഹാഫ് തക്കാളി, ഒരു 1/4 ഭാഗത്തോളം ക്യാപ്സിക്കം, പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു ഹാഫ് പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില. ഇതെല്ലാം കൂടെ ഒരു ബ്ലെൻഡറിൽ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഒരു ഹാഫ് സ്ക്വീസ് ലെമണും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മിക്സിലേക്ക് ഈ കാണുന്ന സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 1/4 കപ്പ് തൈര്, ഒരു 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഈ സ്പൈസസിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ചെക്ക് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ തൈരിലുണ്ടാവുന്ന ലംസൊക്കെ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് ബാറ്റർ ആക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്കിന്നോട് കൂടെയുള്ള ഒരു 1 kg ചിക്കൻ 8 പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്. നല്ലോണം കൈകൊണ്ട് തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഇത് നല്ലോണം മിക്സായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ക്ലിങ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഫ്രിഡ്ജിൽ. അപ്പോൾ ഇതാ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. ഇതിൻ്റെ തണുപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മളിതിനി എയർ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇതാ ലൈനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ലൈനർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ലൈനർ യൂസ് ചെയ്യാതെ എയർ ഫ്രൈ ചെയ്യുന്നത് അത്ര നല്ലതല്ല. പിന്നെ ഇതാ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു 10 മിനിറ്റ്സ് ആകുമ്പോൾ നമ്മളത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അത് എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ബയറിൻ്റെ ചിക്കൻ സീസണിങ് ആണ്. ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് 10 മിനിറ്റിന് ശേഷം ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റിൻ്റെ അടുത്തായപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് ഈ മാരിനേഡ് മുകളിലൊക്കെ ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോക്കിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പൊന്ന് ശ്രദ്ധിക്കണം, കാരണം സ്റ്റോക്കിൽ നല്ല ഉപ്പുള്ളതാണ്. പിന്നെ ഇതാ കുറച്ച് വെജീസ് എടുത്തിട്ട് ഈ മസാല മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള എയർ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ല ടെക്സ്ചറിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഡ്രൈ ഒന്നും ആയിട്ടില്ല. ഇനി കുറച്ച് മല്ലിയില നമുക്ക് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം. കുബൂസും നാനും റോട്ടി ഐറ്റംസും എല്ലാം നല്ല കോംബോ ആണ്. പക്ഷെ കൂടെ മയണൈസ് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലും അമർത്തണേ. അപ്പോൾ ഗുഡ് ഡേ, ബൈ.